ജോൺസേട്ടാ, കേരളത്തിലിപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമോ? എന്താണ് ജോൺസേട്ടൻ്റെ അഭിപ്രായം? ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇടതുപക്ഷം വരാനുള്ള സാധ്യത ഇല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. പക്ഷേ രണ്ടാമതും മൂന്നാമതും ആലോചിച്ചാൽ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. അതിലൊരു സാധ്യത ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ BJPക്ക് കേരളത്തിൽ നമ്മൾ ഒരു 6-7 ജില്ലയിലാണ് ശക്തിയുള്ളത്. അതിൽ തന്നെ ഒരു 40ഓളം സീറ്റിലാണ് ശക്തമായി മത്സരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളത്. ബാക്കി 100ഓളം സീറ്റിൽ BJPക്ക് ജയസാധ്യത ഇല്ലാത്ത സീറ്റുകൾ മാത്രമല്ല, നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളാണ്. ഇത്തരം മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് BJP ഈ സ്ഥാനാർത്ഥികൾക്ക് ചെയ്യേണ്ട വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്ക് മറച്ച് കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി ഒരു തന്ത്രം BJP മെനയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടില്ല എന്നൊരു സാധ്യതയിലാണ് ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയം നിൽക്കുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷ വോട്ടിനെ പരമാവധി കൈക്കലാക്കാനുള്ള തന്ത്രം ഇടതുപക്ഷം ആവിഷ്കരിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ BJP ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJP വോട്ടുകൾ പോലും ഇടതുപക്ഷത്തിലേക്ക് മാറാം എന്നുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സാധ്യതയിലാണ് ഇടതുപക്ഷത്തിന് സാധ്യതയുള്ളത്. നേരെ മറിച്ച് BJP 140 സീറ്റിലും രാഷ്ട്രീയ മത്സരം നടത്തുകയാണെങ്കിൽ UDFും LDFും BJPയും തമ്മിലുള്ള ത്രികോണ മത്സരം ശക്തമായി മുന്നോട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് UDFന് അനുകൂലമായിട്ടാണ് മത്സരം മാറുന്നത്. UDFന് അനുകൂലമായി സാധ്യതയുണ്ട്. UDFന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു എങ്ങനെയായാലും ഒരു 78 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ. ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചു. BJP ശരിക്കും അവരെ കറക്റ്റായി അവരെ വോട്ട് പിടിക്കുകയാണെങ്കിൽ UDFനായിരിക്കുമോ വിജയ സാധ്യത? BJP 140 മണ്ഡലങ്ങളിലും ഇപ്പോഴത്തെ ഇന്നത്തെ കാലാവസ്ഥയിൽ ശക്തമായി വോട്ട് പിടിക്കുകയാണെങ്കിൽ UDFനാണ് സാധ്യത വരും. LDFന് സാധ്യത കുറയും. അല്ല, BJP ശരിക്കും പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ലല്ലോ ഇപ്പോൾ എന്തെങ്കിലും വോട്ട് ചെയ്യണതൊക്കെ മിക്കതും UDFനല്ല വോട്ട് ചെയ്യുക. എന്തെങ്കിലും ഇതൊരു അവരിപ്പോൾ സ്ഥാനാർത്ഥി നല്ലതാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയപരമായിട്ടാണെങ്കിലും LDFനാവില്ല ചെയ്യുക. അവർ മിക്കതും ചെയ്യുകയാണെങ്കിൽ UDFനായിരിക്കും. ഓക്കെ, എന്നാണ് സാധാരണ നമ്മുടെ ആളുകളുടെ ധാരണ. പക്ഷെ ഇവിടെ ശരിക്കും കേന്ദ്രത്തിൽ മോദി സർക്കാരിന് യഥാർത്ഥ ഭീഷണി എന്നൊന്ന് കോൺഗ്രസ്സാണ്, രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസിനെ തറപറ്റിക്കുക എന്നുള്ളതാണ് ദേശീയ തലത്തിൽ BJPയുടെ അജണ്ട. BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടതുപക്ഷം ഒരു ഭീഷണിയല്ല. അപ്പോൾ കോൺഗ്രസ്സിന് ശക്തി വരുന്ന സാധ്യതകൾ കുറയ്ക്കുക എന്നുള്ള BJPയുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ആ നിലയ്ക്ക് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം വരികയാണെങ്കിൽ കോൺഗ്രസ് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യത ഏതു വിധത്തിനെയും നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ രഹസ്യമായി BJPയുടെ വോട്ടുകൾ പിന്നെ കോൺഗ്രസിനെ മുഖ്യ ശത്രുവായിട്ട് കാണുന്നുണ്ട്. ഈ വോട്ടുകൾ ഒരു ഭാഗം വോട്ടുകൾ LDFിലേക്ക് മറക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണം ഇവിടെ കേരളത്തിൽ ഇല്ലാതാകാനുള്ള സാധ്യത നമ്മളതിന് അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിലും ആ ഒരു സാധ്യതയും ഇവിടെ കെടുക്കുന്നുണ്ട്. എന്താണ് അങ്ങനൊരു അഭിപ്രായം ഇതിനെപ്പറ്റി? ഇപ്പം ഈ പറഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? അങ്ങനെ ഒരു സാധ്യത BJP പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഇപ്പോൾ അവർക്ക് ഈ ലോക്സഭയിൽ തന്നെ ഒരു സീറ്റ് കിട്ടിയോടുകൂടി അവർ ഇനി അങ്ങനെ ചെയ്യില്ലല്ലോ. അല്ല, ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി നിയമസഭ ഇലക്ഷനാണല്ലോ വരുന്നത്. ലോക്സഭ ഇലക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേന്ദ്രത്തിലേക്കുള്ള ഇലക്ഷനാണല്ലോ. നിയമസഭ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇലക്ഷനാണ്. ഇവിടെ കോൺഗ്രസിന് ശക്തി BJPക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സാധ്യത വരുന്നില്ല. പരമാവധി എങ്ങനെ പോയാലും ഒരു മാക്സിമം 40 സീറ്റിലാണ് കടുത്ത മത്സരം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ബാക്കി എന്തായാലും 100 സീറ്റ് അപ്പുറത്തുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഒറ്റയ്ക്ക് മത്സരിക്കാനായിട്ട് പറ്റാത്തൊരു സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിലെ ഒരു കേന്ദ്ര സർക്കാരിന് ഭീഷണി കോൺഗ്രസ്സിന് ഇവിടെ അധികാരം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിക്കുമ്പോൾ ആ ശക്തിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു പക്ഷേ ഇങ്ങനൊരു സാധ്യത എടുക്കുകയാണെങ്കിൽ ഒരു മറ്റേ ഇടതുപക്ഷത്തിന് ഒരു ചെറിയൊരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്.
അത് വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ, അണികൾ കേന്ദ്രം പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ചെറിയൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് എത്രയും കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതായിരുന്നു. താങ്ക് യു ജോൺസൺ.